പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്ഷിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 46 മുതലുള്ള വചനഭാഗത്ത് തീമായിയുടെ മകനായ ബർത്തിമേയുവിനെ കുറിച്ചുള്ള വലിയൊരു സാക്ഷ്യമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. കാണാൻ കഴിയില്ലാത്ത മകൻ, ഒരു കേട്ടറിവ് മാത്രം. ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, യേശു കർത്താവാണെന്ന് പോലും അറിയാത്ത മനുഷ്യർ വിളിക്കുമ്പോൾ, ആ വിളിയിൽ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെറുതെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ കേട്ടറിവിൽ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റവും വലിയ ദൈവിക പ്രവൃത്തിയും നടക്കുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ മാറ്റുന്നൊരു ദൈവമുണ്ട്. കേട്ടറിഞ്ഞാൽ മതി. ഈ ബർത്തിമേയു കേട്ടതേ ഉള്ളൂ. കേട്ടപ്പോ എന്തോ അറിഞ്ഞു? വിശ്വാസം കേൾവിയില. വിശ്വാസം എവിടെയാ വരുന്നേ? കേൾവിയില്. നമ്മുടെ വിശ്വാസം നമ്മൾ വചനം കേൾക്കുമ്പം വരും. വചനം കേൾക്കുമ്പം എങ്ങനെയാ നമ്മുടെ വിശ്വാസം വരുന്നത്? അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരും. യേശു എന്നെ സുഖപ്പെടുത്തുന്നു, യേശു എന്നെ വിടുവിക്കുന്നു. കാരണം ദൈവവചനത്തിന്റെ ശക്തി അതാ. ഈ വചനം പ്രവർത്തിക്കുന്നതാണ്. വചനത്തിന് ഭയങ്കര ദൈവപ്രവൃത്തിയുണ്ട്. കാരണം ബർത്തിമേയുവിന്റെ അടുക്കൽ ഈ ശബ്ദം കേട്ടിട്ട് യേശു ആണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോ ബർത്തിമേയു യേശുവിനെ വിളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. കേട്ടറിഞ്ഞാൽ യേശുവേ എന്നിൽ കനിയണമേ എന്ന് നിരന്തരം ഒന്ന് വിളിക്കാമോ? ഇങ്ങനെ വിളിച്ചാൽ എന്താ ഗുണം? ബർത്തിമേയു എന്ന മനുഷ്യൻ വിളിച്ചു, യേശു അവനെയും വിളിച്ചു. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. യേശു അവനോട് ചോദിച്ചു, നിനക്ക് എന്ത് ഞാൻ ചെയ്തു തരണം? യേശുവിനറിയാം അവന് കാഴ്ചയില്ലാത്തവനാണ്. അവൻ കേട്ടറിവിലൂടെ വിളിച്ച ആളാണ്. യേശുവിനറിയാം. എങ്കിലും നമ്മൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയണം. ചിലർ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഒരാവശ്യം പോലും യേശുവിനോട് പറയാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ യേശുവിനോട് പറയാതിരിക്കരുത്. നമ്മളെ മുഴുവനും യേശുവിൻ്റെ കരങ്ങളിൽ നമ്മൾ പറയണം. യേശുവിനറിയാം. അറിയാമെങ്കിലും നമ്മൾ നമ്മളെ തന്നെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അവൻ അറിയുന്ന ദൈവമാണെങ്കിലും ബർത്തിമേയു തൻ്റെ ആവശ്യം, നിനക്കെന്ത് ഞാൻ ചെയ്തു തരണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം. അമ്മയുടെ ഗർഭത്തിൽ മുതൽ കാഴ്ചയില്ലാത്ത മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് ചോദിച്ച ചോദ്യം കാഴ്ച. പ്രിയമുള്ളവരെ, നമുക്കും കാഴ്ച വേണ്ടേ? നമുക്കും കേൾവി വേണ്ടേ? നമുക്കും അവനെ ഏറ്റുപറയാനുള്ള ശബ്ദം വേണ്ടേ? നമുക്ക് ഭൗതികമായി ചിലത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭൗതികമായി ചിലത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, ഭൗതികമായ ചില വാക്കുകളൊക്കെ നമ്മൾ ഉരുവിടുന്നുണ്ട്. കർത്താവ് പറയുന്നു, പോരാ മോനെ, അത് പോരാ. ആത്മീയമായി നീ എന്നെ കാണണം. നിന്റെ കണ്ണ് ഞാൻ തുറന്നു തരാൻ പോവാ. ഇത് എന്തിനാണെന്നറിയാമോ പ്രിയമുള്ളവരെ? തുറന്നു തരുന്നത് പൗലോസിന്റെ കണ്ണ് തുറന്നു കൊടുത്തു കർത്താവ്. ദൈവസഭയെ പീഡിപ്പിക്കാൻ വേണ്ടിയല്ല. ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവന്റെ കണ്ണ് തുറന്നു കൊടുത്തത്. അവന്റെ കാത് തുറന്നു കൊടുത്തു, അവന്റെ നാവ് തുറന്നു കൊടുത്തു. എന്തിനാണെന്നറിയാമോ? പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള ശബ്ദം പറയാനല്ല. ഞാൻ ഇത്രയും നാളും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ ആരാധിക്കാനായിട്ട്, അവന് സാക്ഷ്യം വഹിക്കാനായിട്ട്, അവന്റെ കൂടെ ജീവിക്കാനായിട്ട് ഇതാ
എൻ്റെ വിശ്വാസത്തിൻ്റെ ആ വളർച്ച ഇത്ര വലുതാണെന്ന് കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു. ബർത്തിമ തൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു, വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ അന്ധത മാറിയെങ്കിൽ പൗലോസ് തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച് അവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതം മാറിയതുപോലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ? മാറാത്ത സാഹചര്യങ്ങളെ മാറ്റും, മാറാത്ത തഴക്കദോഷം മാറും, മാറാത്ത മദ്യപാനവും പുകവലിയും മാറും, മാറാത്ത ജീവിതത്തിലെ ഏത് മേഖലകളെയും മാറ്റാൻ കഴിയുന്ന ഒരു യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നേ. അവനെ ഒന്ന് ആരാധിക്കണം കേട്ടോ, നന്ദി പറയണം കേട്ടോ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. യേശുവേ, നിന്റെ മഹത്വം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനത്തിന്റെ മേലും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഉള്ളു തുറന്ന് നിന്നെ ആരാധിക്കാനുള്ള കൃപ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.